Hello, good morning. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. കേൾക്കാൻ കഴിയുന്നതൊക്കെ? അതോ ഓക്കെ. ഞാൻ നിങ്ങൾക്കൊരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ അത് കുറച്ച് പേര് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് സബ്മിറ്റ് ചെയ്തതിനകത്ത് ഞാനിപ്പോൾ ഈ ഒരു ഇത് കാണിക്കാം. ഇത് ആരുടേതാണ്? ആഷിദ് വി എസ് എന്ന് പറഞ്ഞാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ തന്നെ നോക്കുക. ആഷിദ് വി എസിന്റെ അസൈൻമെന്റ് ആണ് ഇത്, സബ്മിഷൻ. പൂജ പ്രതാപ് കുമാറിന്റെ സബ്മിഷനാണിത്. മുഹമ്മദ് ഫായിസ് അസൈൻമെന്റ് സബ്മിഷൻ. മുഹമ്മദ് ഫവാസ്. ഈ സബ്മിഷൻസിനകത്ത് വല്ല വ്യത്യാസം കാണുന്നുണ്ടോ? വല്ല വ്യത്യാസം കാണുന്നുണ്ടോ? സെയിം ഡോക്യുമെന്റ് തന്നെയാണ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഈ സബ്ജക്ട് എഴുതാൻ പറ്റണമെന്നില്ല. അടുത്ത വർഷം നിങ്ങൾക്ക് കോഴ്സ് റിപ്പീറ്റ് ചെയ്യാം ഈ സബ്ജക്ട്. ഈ 4 പേർക്ക്. ഓക്കെ. ഫവാസ്, ഫായിസ്, പൂജ പ്രതാപ് കുമാർ, ആഷിദ് വി എസ്. 4 പേര് ഒരു ഡോക്യുമെന്റ് ആണ്. ഇത് എന്തായാലും ഒരാളായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അത് ബാക്കി ഷെയർ ചെയ്തിട്ടുണ്ടാകും. നമ്മൾ പിന്നെ അതിന് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത് ഇതിനെക്കാളും ബെറ്റർ സബ്മിറ്റ് ചെയ്യാതിരിക്കുന്നതാണ്. 0 മാർക്കേ കിട്ടുള്ളൂ. എന്തിനാണ് ഇങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നത്? ആരെ പുതുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്? നിങ്ങൾക്കൊരു വർക്ക് തരുന്നത് നിങ്ങൾ തന്നെ ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് തരുന്നത്. അത് ചെയ്യാൻ അറിഞ്ഞാന്നുണ്ടെങ്കിൽ പോലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്ര മാക്സിമം ചെയ്ത് സബ്മിറ്റ് ചെയ്താൽ മതി. അപ്പൊ ചെയ്യാനുള്ള മെനക്കെടാൻ വയ്യാന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? സെയിം ഡോക്യുമെന്റ്. അപ്പൊ ബാക്കിയുള്ളവരെ മണ്ടന്മാരാക്കാണോ? ഒന്ന് വെളുപ്പിച്ച് വെച്ചിട്ടുണ്ട് വോയിസ്. ഈ ഫിൽറ്റേഴ്സ് ഒന്നും അപ്ലൈ ചെയ്യണം. ഡയറക്റ്റ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഇനി പേര് എഴുതാത്ത ഇതുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ 0 മാർക്ക് എൻ്റർ ചെയ്യും. ഓരോ പേജിലും പേര് വേണം. പേരും റോൾ നമ്പരും ഓരോ പേജുകളിലും ഉണ്ടായിരിക്കണം. പിന്നെ സ്വന്തം അല്ല എന്നുള്ള മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ കോഴ്സ് റിപ്പീറ്റ് ആണ്, ഉറപ്പാണ്. ഞാൻ അത് തന്നെയാണ് ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ ഹയർ അതോറിറ്റിക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്, കോഴ്സ് റിപ്പീറ്റ്. അടുത്ത വർഷം ചെയ്യാം ഈ സബ്ജക്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇയർ ഔട്ടായി പോകാം. എന്തായാലും ഇതെന്തായാലും ഞാൻ എൻ്റർ ചെയ്യാൻ പോകുന്നില്ല. ഓൺലൈനില്ലേ ഇവര്? 4 പേര് ഓൺലൈൻ ഉണ്ടോ? പൂജ, എന്താണ് പൂജ ഇത്? ഇതെങ്ങനെ വന്നു? ഇത് പൂജയുടെ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ അത്? നീ എന്തിനാ അത് ഷെയർ ചെയ്ത് കൊടുത്തിരുന്ന ബാക്കിയുള്ളവർക്ക്? ആൻസർ കൊടുക്കേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങളത് ഞാൻ പറഞ്ഞതല്ലേ, നിങ്ങൾ എന്തിനാ ബാക്കിയുള്ളവർ ഇത് ചീത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് കൊടുക്കുന്നത്? അപ്പൊ അവര് ചെയ്തത് കണ്ടോ? നീ ആൻസർ നോക്കി എഴുതാൻ വേണ്ടി കൊടുത്തതാണ്. അവന്മാർക്ക് അതിന് പോലും മെനക്കെടാൻ വയ്യ. അവരതേ സാധനം തന്നെ എടുത്ത് അപ്ലോഡ് ചെയ്തു. ഇത് നിന്റെ തെറ്റ്, നിന്റെ മേജറായിട്ട് നിന്റെ മിസ്റ്റേക്ക് ആണ്. പൂജയുടെ മിസ്റ്റേക്ക് തന്നെയാണ്. ഞാൻ ക്ലാസ്സിൽ ആദ്യമേ പറഞ്ഞതാണ്. ആഷിദ് ഉണ്ടോ? ആഷിദ് ജോയിൻ ചെയ്തായിരുന്നല്ലോ. ആഷിദ് ഉണ്ടോ? ആഷിദ് ഇപ്പൊ ഓൺലൈൻ ഉണ്ടോ? നാല് പേർക്ക് നിങ്ങൾ കോഴ്സ് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ നോക്കി എഴുതുന്ന നോക്കിയാണെന്നുണ്ടോ, പക്ഷെ അങ്ങനെയുള്ള ആൾക്കാരെ കൊടുക്കാൻ നിൽക്കരുത്. ഇത് കൊടുക്കരുത്. നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുക. അവരവർക്ക് അറിയാവുന്ന രീതിയിൽ ചെയ്യുക. ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വയ്യ, ക്ലാസ്സിൽ ശ്രദ്ധിക്കാൻ വയ്യ, പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ വയ്യാത്തവർക്ക് എന്തിനാ കൊടുക്കുന്നത്? പൂജ,
സോറി സാർ, ഇനി കൊടുക്കൂല. ഇനി കൊടുക്കൂലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പൂജ. ഇത് ഇപ്പൊ നമുക്ക് ഇത് ചെറിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ അസൈൻമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സാധനമാണ്. അസൈൻമെന്റ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി പറഞ്ഞേക്കുന്നതാണ്, കർക്കശമായിട്ട് പറഞ്ഞേക്കുന്നതാണ്. 2 അസൈൻമെന്റ് നിർബന്ധമായിട്ട് കൊടുക്കണം. നമ്മുടെ കോളേജിൽ നിന്ന് 3 അസൈൻമെന്റ്സ് ആണ് കൊടുക്കാറുള്ളത്. അത് പണ്ട് മുതലേ ഫോളോ ചെയ്ത് വരുന്ന സിസ്റ്റമാണ്. അത് ഒഫീഷ്യൽ സിസ്റ്റമാണ്. നിങ്ങളുടെ എക്സാം പോലെ തന്നെയാണ് അസൈൻമെന്റിന്റെ വാല്യൂ. കാരണം അതിന് മാർക്കുള്ളതാണ്. അസൈൻമെന്റിനും അറ്റൻഡൻസിനും ഇന്റേണൽ സീരീസ് എക്സാമിനും മാർക്കുള്ളതാണ്. അതാണ് ഇന്റേണൽ ആയിട്ട് വരുന്നത്. ഇത് വെച്ചിട്ട് ഞാനിപ്പോ എന്ത് ഇന്റേണൽ ആണ് ഇനിയിപ്പോ ഒന്നുകൂടി എനിക്ക് അസൈൻമെന്റ് നടത്താൻ പറ്റൂ? അസൈൻമെന്റ് 1 എന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി നടത്തൂ? ഇവിടെ എടുത്ത ക്ലാസിന്റെ പ്രകാരമാണ് ഞാൻ അസൈൻമെന്റ് തന്നേക്കുന്നത്. ആ വർക്ക് നിങ്ങൾ പ്രോപ്പറായിട്ട് എടുത്ത് ചെയ്തില്ല, നിങ്ങൾ മറ്റുള്ളവരെ കോപ്പി അടിക്കുന്നു, നിങ്ങൾ ഷെയർ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ അസൈൻമെന്റ് വെക്കുന്നത്? ഇതിനെക്കാളും ബെറ്റർ വയ്ക്കാതിരിക്കുന്നതാണ്. 0 മാർക്ക് കിട്ടി പോകത്തേ ഉള്ളൂ. അണ്ടർ സെഷനിലാവുന്നെങ്കിൽ അണ്ടർ സെഷനിലാവും. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് മതി. 20 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി മാർക്ക് യൂണിവേഴ്സിറ്റി പിടിച്ചാൽ മതിയല്ലോ, പഠിച്ചാൽ മതി. ഇതുപോലത്തെ സബ്ജക്റ്റുകളൊന്നും വലിയ മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കുന്നത്. അത്രത്തോളം വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. നല്ല രീതിയിൽ വർക്ക് ചെയ്യണം. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് പോലത്തെ പേപ്പർ ഈ എളുപ്പമുള്ള പരിപാടിയല്ല. അത് ഇങ്ങനത്തെ ഉടായ്പ പരിപാടിയായിട്ട് നടക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്റ്റ് എന്നല്ല, ജീവിതത്തിൽ തന്നെ രക്ഷപ്പെടാൻ പാടാണ്. പൂജ എന്തിനാ ഷെയർ ചെയ്യാൻ പോയത്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അത് ഷെയർ ചെയ്യല്ലോ എന്നുള്ളത്? പൂജ ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തു. അത് ശരിയല്ല. ഷെയർ ചെയ്യില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടാണ്. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഷെയർ ചെയ്ത് കൊടുക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനെ ചീത്തയാക്കാൻ വേണ്ടിയിട്ട്, അവരുടെ ഭാവി തുലയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ മാതിരി പരിപാടി നിങ്ങൾ ചെയ്യരുത്. ഫ്രണ്ട്സിനോട് കുറച്ചെങ്കിലും സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാതിരിക്കുക. അവന് പറഞ്ഞു കൊടുക്കുക. ഒരിക്കലും ഡോക്യുമെന്റ് ഷെയർ ചെയ്ത് കൊടുക്കരുത്, അത്രയ്ക്ക് ആത്മാർത്ഥ സുഹൃത്തുക്കളാണെന്നുണ്ടെങ്കിൽ. സോറി സാർ. നമ്മൾ ഈ പ്രോബ്ലംസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ബീംസിന്റെ പ്രോബ്ലംസ് ആണ്. UDL പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. UDL നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾക്ക് UDL ചോദിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ സിലബസ് നിങ്ങൾ മെൻഷൻ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ 2 UDL പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. 2 എണ്ണത്തിന്റെ 2 പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ഞാൻ മറ്റുള്ള ഫാക്കൽറ്റീസിന്റെ ചോദിച്ചപ്പോൾ അവരാരും UDL ചെയ്യിപ്പിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ 2 എണ്ണം ചെയ്തിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇൻ കേസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, കാരണം സിലബസ് മെൻഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു UDL പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ള മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. UDL പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ ഈ 2 പ്രോബ്ലം സ്കിപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് അത് ഞാൻ അയച്ചു തരാം. നിങ്ങൾ തനിയെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുക. കാരണം ഇതിപ്പോ അതിനകത്ത് വന്നേക്കുന്ന ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സപ്പോർട്ട്സ് ഉണ്ട്. ആൻഡ് ഓൾസോ വൺ ഓഫ് ദ ഫോഴ്സ് ഈസ് ആക്ടിങ് ഇൻക്ലൈൻഡ്. ഓക്കെ, 4 kN എന്ന് പറയുന്ന ഫോഴ്സ് ഇതിനകത്ത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ വരുന്ന ഡിഫറൻസ്. ഓക്കെ, ദിസ് 4 kN ഈസ് ആക്ടിങ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 45 degree വിത്ത് ദ ഹൊറിസോണ്ടൽ ആൻഡ് അതർ ലോഡ്സ് ആർ ആക്ടിങ് വെർട്ടിക്കൽ ഇറ്റ്സെൽഫ്. ഇവിടെ നമുക്കൊരു റോളർ സപ്പോർട്ട് ഉണ്ട്. ഇവിടെ നമുക്കൊരു ഫിക്സഡ് സപ്പോർട്ട് ഉണ്ട്. ടോട്ടൽ ലെങ്ത് ഓഫ് ദ ബീം തന്നിട്ടുണ്ട്. ആൻഡ് ദ ഇൻക്ലിനേഷൻ ഓഫ് ദിസ് പെർട്ടിക്കുലർ റോൾ, അതായത് ഈ ഒരു ഇൻക്ലൈൻ പ്ലെയിനിലാണ് ഈ ഒരു റോളർ സപ്പോർട്ട് നിൽക്കുന്നത്. അപ്പൊ ഇൻക്ലൈൻ പ്ലെയിനിന്റെ ആംഗിൾ തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 30 degree. അതേ ആംഗിൾ തന്നെയാണ് ഇവിടെയും വരിക. ഓൾട്ടർനേറ്റീവ് ഇന്റീരിയർ ആംഗിൾസ് ആയിട്ട് വരും. അപ്പൊ ഇതിന്റെ ഒരു ഫ്രീ ബോഡി ഡയഗ്രാം ആദ്യമേ വരയ്ക്കുക. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തെടുക്കുക. റൈറ്റ് ഡൗൺ ദിസ് ക്വസ്റ്റ്യൻ. ഞാൻ വളരെയധികം കാര്യമായിട്ട് കുട്ടികൾക്ക് നിൽക്കാറുള്ളൂ. ഞാൻ ഇങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കാറില്ല. എനിക്ക് അത് ഇഷ്ടമല്ല, കാര്യമല്ല. സ്റ്റുഡൻസിനെ ഞാൻ വളരെയധികം സ്നേഹിച്ചേ ഞാൻ ഇത് ചെയ്യാറുള്ളൂ. എനിക്ക് വളരെയധികം വിഷമമുണ്ട് ഇത് പറയാൻ. കാരണം ഇത് ഒരുമാതിരി ചതിക്കുന്ന രീതിയാണ്.
നിങ്ങൾ എന്നെയും ചതിക്കുന്നു, നിങ്ങൾ സ്വയം ചതിക്കുന്നു. നമ്മൾ ടീച്ചേഴ്സായിട്ട് ഇപ്പോൾ 10 കൊല്ലത്തിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് നമ്മളെ കോളേജിലുള്ളത് കൂടുതലും, ഞാനടക്കം. മോർ ദാൻ 10 years എക്സ്പീരിയൻസ്. നമ്മൾ കുറേ സ്റ്റുഡൻസിനെ കണ്ടിട്ടുള്ളതാണ്. നമുക്കറിയാം സ്റ്റുഡൻസ് ഒക്കെ എന്തൊക്കെ ചെയ്യും എന്നുള്ളതൊക്കെ അറിയാം, വ്യക്തമായിട്ട് അറിയാം. എന്തൊക്കെ രീതിയിൽ ചിന്തിക്കും, എന്തൊക്കെ രീതിയിൽ കുറേയൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് കളയും കുട്ടികളല്ലേ എന്ന് വെച്ചിട്ട്. പക്ഷെ നിങ്ങളിത് സ്വയം ആത്മവഞ്ചന ചെയ്യുന്നത് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല ആസ് എ ടീച്ചർ. എന്തിനാ നിങ്ങൾ ഭാവി തെളിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? അതൊന്ന് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് ചിന്തിച്ചുകൂടാ? നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ വീട്ടുകാരെ കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് വേണ്ട അതൊന്ന് ചെയ്യാൻ. നിങ്ങൾ ഫാമിലി മൊത്തത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയാണത്. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ഒരു മിനിറ്റ്. ഓക്കെ, നോട്ട് ചെയ്ത് കഴിഞ്ഞോ? നമുക്കത് ഗ്രാഫിക്കൽ മെത്തേഡിൽ ചെയ്യണമെന്നില്ല. നിങ്ങൾ അനലിറ്റിക്കൽ മെത്തേഡ് ചെയ്താൽ മതി. ഗ്രാഫിക്കൽ മെത്തേഡിൽ സോൾവ് ചെയ്യുന്നത്, ഗ്രാഫിക്കൽ മെത്തേഡ് നമ്മൾ ഫോഴ്സ് ഡയഗ്രാം വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് അനലിറ്റിക്കൽ മെത്തേഡിൽ നിങ്ങൾക്കിത് സോൾവ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, എന്തൊക്കെയാ വരുന്നത് ഇതിനകത്ത്? ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഹൗ യു ക്യാൻ ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം? ഇതിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെ വരയ്ക്കുന്നേ? ക്വസ്റ്റ്യൻ എല്ലാവരും നോട്ട് ചെയ്ത് കഴിഞ്ഞോ? ഹലോ. സാർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് യു ഡ്രോ ദ ഫ്രീ ബോഡി ഡയഗ്രാം. നമുക്ക് ഈ ഒരു ബീം അതേപോലെ തന്നെ എടുത്ത് വരയ്ക്കാം കേട്ടോ. നമുക്ക് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഫിക്സഡ് സപ്പോർട്ടാണ്. വാട്ട് യു മീൻ ബൈ ഫിക്സഡ് സപ്പോർട്ട്? ഫിക്സഡ് സപ്പോർട്ടിൽ എന്തൊക്കെ റിയാക്ഷൻസ് ഉണ്ടാവും? നിങ്ങൾ പ്രീവിയസ് ആ ഒരു ഇതെടുത്ത് വെച്ച് നോക്കുക. അപ്പോൾ അതിനകത്ത് എന്തൊക്കെ റിയാക്ഷൻസ് ആണ് വരുന്നത് എന്നുള്ളത് നോക്കുക. ഫിക്സഡ് സപ്പോർട്ട് പോയിന്റ് എയിൽ ഫിക്സഡ് സപ്പോർട്ടാണ്. അപ്പോൾ RA which is acting vertically and this is acting horizontally.
So this is RAB and this is RAH. രണ്ട് ഫോഴ്സ് ഉണ്ടാവും, ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കോമ്പണന്റ് ഉണ്ടാവും, ഒരു വെർട്ടിക്കൽ ഫോഴ്സ് കോമ്പണന്റ് ഉണ്ടാവും. ഓക്കെ, കാരണം എന്തുകൊണ്ടാ? കാരണം അതൊരു ഫിക്സഡ് സപ്പോർട്ടാണ്. ഓക്കെ, then here we are having a vertical force 5 kilonewton. Here we are having an inclined force, inclined at an angle 45 degree with the horizontal 4 kilonewton. Next we have the 5 kilonewton. So this is A, this is C, this is D, this is E. Okay, ഇവിടെ നമുക്ക് വരുന്ന ഫോഴ്സ് എങ്ങനെയായിരിക്കും? Reaction will be inclined. What will be the inclination? What will be the inclination of this 30 force? 30 degree. It will be inclined at an angle 30 degree with the horizontal. Sorry, vertical. Because this angle is 30 degree. ഈ ഒരു ആംഗിൾ 30 ഡിഗ്രി ആയതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? ഈ ആംഗിൾ 30 ഡിഗ്രി വന്നത്. ഓക്കെ, ദിസ് ഈസ് RB. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതൊന്ന് റിസോൾവ് ചെയ്തെടുക്കുക. ഫൈൻഡ് ഔട്ട് ദ റിയാക്ഷൻസ്. നമുക്ക് എന്താ കണ്ടുപിടിക്കുക? റിയാക്ഷൻ അറ്റ് A and B ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, നമുക്ക് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിയർ വി ആർ ഹാവിംഗ് an inclined force. 4 kilonewton is an inclined force. അല്ലേ? 4 kilonewton vertically ആണ് ആക്ട് ചെയ്യുന്നത് അല്ല. 4 kilonewton is having two components. It's one vertical component and a horizontal component. And similarly, RB is also having a vertical component and a horizontal component. Okay, അപ്പോൾ അത് റിസോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. 4 kilonewton is acting inclined. 4 kilonewton. Resolve here. 4 kilonewton is acting inclined at an angle of 45 degree. ഇങ്ങനെ ഒരു ഫോഴ്സ്. This is 4 cos 45. എപ്പോഴും തീറ്റയോട് ചേർന്നത് കോസ് ആയിരിക്കും. This is 4 sin 45. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആൻഡ് വെർട്ടിക്കൽ കോമ്പണന്റ് അത് രണ്ടും അറിയാമെന്നിരിക്കുന്നു. അപ്പോൾ അതിനെ രണ്ട് റിസോൾവ് ചെയ്യുക. പിന്നെ ബാക്കി ഫോഴ്സസ് എല്ലാം വെർട്ടിക്കൽ തന്നെയാണ്. ദെൻ RB is acting. എങ്ങനെ ആക്ട് ചെയ്യുന്ന RB is acting at an angle 30 degree with the vertical. RB വെർട്ടിക്കലുമായി 30 ഡിഗ്രി മേക്ക് ചെയ്യുന്നു. സോ തീറ്റയോട് ചേർന്നത് കോസ് ആയിരിക്കും. RB റിസോൾവ് ചെയ്യാൻ പറയുമ്പോൾ എങ്ങനെ വരും? വെർട്ടിക്കൽ ആയിട്ടുള്ളത് ഏത് വരും? RB cos 30. തീറ്റയോട് ചേർന്നത് എപ്പോഴും കോസ് ആയിരിക്കും. ആൻഡ് ദിസ് വിൽ ബി RB sin 30. രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. RBയുടെ രണ്ട് കോമ്പണന്റ് ആണ് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഒന്ന് വെർട്ടിക്കൽ കോമ്പണന്റ് ദാറ്റ് ഈസ് RB cos 30 and another one is horizontal component that is RB sin 30. Now take equilibrium condition. Since the body is in equilibrium, ഈ ബോഡി ഇക്വിലിബ്രിയത്തിലാണ്. നമ്മൾ റിയാക്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ റിയാക്ഷൻ ഫോഴ്സസ് RB ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ദാറ്റ്? ഇങ്ങനെ സപ്പോർട്ട്സ് കൊടുത്തു കഴിഞ്ഞാൽ വാട്ട് യു മീൻ ബൈ ദാറ്റ്? ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. ഇറ്റ് ഇസ് നോട്ട് മൂവിങ്. ഓക്കെ, വി ആർ ഗിവിംഗ് സപ്പോർട്ട്സ്, ദ സിസ്റ്റം ഈസ് ഇൻ ഇക്വിലിബ്രിയം. അതെപ്പോഴും ഓർത്ത് വെച്ചേക്കുക. സോ ഫോർ ഇക്വിലിബ്രിയം sigma fx is equal to 0, sigma fy is equal to 0, and sum of all the moments about any point is equal to 0. ഏത് പോയിന്റിലെ മൊമെന്റ് എടുത്തു കഴിഞ്ഞാലും അത് 0 ആണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം? സിഗ്മ എഫ്എക്സ് sum of all the horizontal forces. ഏതൊക്കെയാണ് horizontal forces? RAH is acting horizontal. That is towards positive x axis, so it is positive. RAH എന്ന് പറയുന്നത് പോസിറ്റീവ് എക്സ് ആക്സിസിലേക്ക് പോകുന്നതാണ്. സോ ദാറ്റ് ഈസ് പോസിറ്റീവ്. കേൾക്കുന്നുണ്ടോ? ഹലോ, ഓക്കെ. സർ. നെക്സ്റ്റ്
നമുക്ക് ഉള്ളത് ഏത് ഫോഴ്സ് ആണ്? 4 കിലോ ന്യൂട്ടൺ. 4 കിലോ ന്യൂട്ടൺ ഈസ് ഓൾസോ ആക്ടിങ് ഹൊറിസോണ്ടൽ. 4 കിലോ ന്യൂട്ടൺ അല്ലേ? 4 കിലോ ന്യൂട്ടന്റെ 4 കോസ് 45 ആണ് ഹൊറിസോണ്ടൽ കോമ്പണന്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു കോമ്പണന്റ് ആണ് ഹൊറിസോണ്ടൽ ആയിട്ട് വന്നിരിക്കുന്നത്. സോ അത് ഏത് ഡയറക്ഷനിലേക്കാണ് മൂവ് ചെയ്യുന്നത്? ടുവേർഡ്സ് റൈറ്റ്. ദാറ്റ് ഈസ് ഓൾസോ പോസിറ്റീവ്. പ്ലസ് 4 കോസ് 45. ഇനി അടുത്ത ഏതെങ്കിലും ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ടെന്ന് നോക്കുക. RB. RBയുടെ ഏത് കോമ്പണന്റ് ആണ്? RB sin 30 ആണ് ഹൊറിസോണ്ടൽ. So that is moving towards left side. Left side means negative. Minus RB sin 30. This is equal to 0. This is നമുക്കൊരു equation കിട്ടുന്നത്. That is RH minus RB sin 30 is equal to എത്ര വരും? Minus 4 cos 45 എന്ന് വരും. This is equation number 1. ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സേവ് ചെയ്യാം. ഇത്രയും കിട്ടൂലേ? ഇനി ഇതേപോലെ സിഗ്മ എഫ് വൈ എടുത്തേ. സിമിലർലി ടേക്ക് സിഗ്മ എഫ് വൈ. സിഗ്മ എഫ് വൈ എങ്ങനെ എടുക്കും? ഇത്രയും മനസ്സിലായോ നിങ്ങൾക്ക്? RAB വെർട്ടിക്കല് 5 കിലോ ന്യൂട്ടൺ താഴേക്ക്, RAB മുകളിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ്, 5 കിലോ ന്യൂട്ടൺ താഴേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ്, ദെൻ 4 sin 45 താഴേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ്, 5 കിലോ ന്യൂട്ടൺ താഴേക്ക് ആയതുകൊണ്ട് നെഗറ്റീവ്, RB cos 30 മുകളിലേക്ക് ആയതുകൊണ്ട് പോസിറ്റീവ്. അതെല്ലാം കൂടി ചേർത്ത് സിഗ്മ എഫ് എടുക്കുക. ഇത് ഇത്രയും മനസ്സിലായാലോ? ഞാനിത് വായിക്കട്ടോ? എല്ലാരും നോട്ട് ചെയ്തോ? എവരിവൺ കൺസെപ്റ്റ് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടി പറയാം. അതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുക. അതാണ് നമ്മളോട് വരച്ചേക്കുന്നത്. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഓക്കെ, ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഫോഴ്സുകളെ റിസോൾവ് ചെയ്തു. 4 കിലോമീറ്റർ എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ആണ്. അപ്പൊ അതിന്റെ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എത്രയാണ്, വെർട്ടിക്കൽ കോമ്പണന്റ് എത്രയാണ്? നിങ്ങൾ ഇങ്ങനെ സെപ്പറേറ്റ് വരയ്ക്കണമെന്നില്ല. ഞാൻ നിങ്ങൾക്ക് റഫ് വർക്കിന് വേണ്ടിയിട്ട് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് വരച്ചതാണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഇവിടെ നിന്ന് തന്നെ റിസോൾവ് ചെയ്തെടുത്താൽ മതി. ഇവിടെ കാണുമ്പോൾ തന്നെ അറിയാം 4 cos 45 ആണ് ഹൊറിസോണ്ടൽ, 4 sin 45 ആണ് വെർട്ടിക്കൽ. RB ഇംഗ്ലണ്ട് ടു ഇംഗ്ലണ്ട് എത്താൻ ആംഗിൾ 30 ഡിഗ്രി. RB cos 30 ആണ് വെർട്ടിക്കൽ, RB sin 30 ആണ് ഹൊറിസോണ്ടൽ. അപ്പൊ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന വർക്ക്. അവർക്ക് എടുത്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുക. അതിനകത്ത് ഓരോന്ന് എടുത്ത് അപ്ലൈ ചെയ്യുക. സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു 0, സിഗ്മ എഫ് ഐ ഇസിക്കൽ ടു 0, സിഗ്മ എം ഇസിക്കൽ ടു 0. Why? Because the beam is lying on supports A and B എന്ന് പറയുന്ന സപ്പോർട്ട്സുകളിലാണ് ബി ലൈസ് ചെയ്യുന്നത്. സിസ്റ്റം ഇസ് ഇൻ ഇക്വിലിബ്രിയം. അത് മെൻഷനും ചെയ്തിട്ടുണ്ട്, അതിനകത്തും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്ട്ലി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്ത് സിഗ്മ എഫ് എക്സ് ഇസിക്കൽ ടു 0 കൊടുത്ത് അതിനകത്ത് അൺനോൺ ആയിട്ടുള്ള ഫോഴ്സുകൾ കണ്ടുപിടിക്കുക. അപ്പോൾ വി ഗോട്ട് ആൻ ഇക്വേഷൻ അല്ലേ? ഒന്നാമത് നമ്മൾ എന്ത് ചെയ്തു? വി ഫൗണ്ടഡ് an equation RAH minus RB sin 30 is equal to minus cos 45. ഇതൊന്ന് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് സേവ് ചെയ്യാം. ഇനി നമ്മൾ RAY കണ്ടുപിടിക്കുക, സോറി സിഗ്മ FY കണ്ടുപിടിക്കുക. ഇന്നത് സൈഡിൽ നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സിഗ്മ FY എടുക്കുമ്പോൾ എന്തൊക്കെ വരും നോക്കുക. ഫോർ ദ വെർട്ടിക്കൽ ഫോഴ്സ്. ഒന്നാമത്തെ ഫോഴ്സ് RAV, അത് മുകളിലേക്കാണ്. രണ്ടാമത്തെ ഫോഴ്സ് 5 കിലോ ന്യൂട്ടൺ, അത് താഴേക്കാണ്. മൂന്നാമത്തെ ഫോഴ്സ് 4 കിലോ ന്യൂട്ടൺ, അതിന്റെ ഏത് കോമ്പണന്റ് ആണ് താഴേക്ക് വരുന്നത്? ഏത് കോമ്പണന്റ് ആണ് താഴേക്കാണ്? അപ്പൊ നെഗറ്റീവ് ആണ്. താഴേക്ക് വരുമ്പോൾ നെഗറ്റീവ് ആണ്. ദെൻ 4 sin 45 ആണ്. ഓക്കെ, കിലോ ന്യൂട്ടൺ എഴുതണമെന്നില്ല. minus 4 sin 45. Okay. Then minus അടുത്ത ഫോഴ്സ് ഏതാ? 5 കിലോ ന്യൂട്ടൺ minus 5. Then അടുത്ത ഫോഴ്സ് ഏതാ? RB. RBയുടെ ഏത് കോമ്പണന്റ് ആണ് മുകളിലേക്ക്? RB cos 30. നമ്മൾ റിസോൾവ് ചെയ്തതാണ്.
ഡൗട്ട് ഉണ്ടെങ്കിൽ റിസോൾവ് ചെയ്ത് നോക്കുക. ആർ ബി കോസ് 30 വെർട്ടിക്കലും ആർ ബി സൈൻ 30 ഹൊറിസോണ്ടലായിട്ട് വന്നു. ബിക്കോസ് തീറ്റയോട് ചേർന്നത് എപ്പോഴും കോസ് ആണ്. ഓക്കെ, ദിസ് ഈസ് ഈക്വൽ ടു 0. ഇത്രയും ഫോഴ്സ് അല്ലല്ലോ വെർട്ടിക്കലി. വേറെ ഏതെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഇല്ലല്ലോ. On this RAV plus RB cos 30 is equal to 5 plus 5 plus 4 sin 45. That is, ഞാൻ ഈക്വൽ ടു ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയെന്നുള്ളൂ, കാരണം ഇത് ഈസ് ഈക്വൽ ടു 0 അല്ലേ. ഞാൻ ഏതൊക്കെ കൊണ്ടുപോയി? -5 -4 sin 45, വീണ്ടും -5 ഉണ്ടായിരുന്നു, അത് എല്ലാം കൂടി റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയി. റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ അതെല്ലാം പോസിറ്റീവ് ആയി. അങ്ങനെയാണ് അത് പോസിറ്റീവ് ആയിട്ടോ. ദാറ്റ് ഈസ് RAV plus RB cos 30 is equal to 10 plus 4 sin 45. Okay, that is the second equation. രണ്ട് ഇക്വേഷൻസ് കിട്ടിയല്ലോ. ഈ രണ്ട് ഇക്വേഷൻ കിട്ടിയടെ. ഹലോ, കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ രണ്ട് ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് ആൻസർ കിട്ടിയിട്ടില്ല, ഫൈനൽ ആൻസർ കിട്ടിയില്ല. ബിക്കോസ് ഹിയർ വി ആർ ഹാവിംഗ് എൻ ഇക്വേഷൻ RAH. ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് RAH minus RB sin 30 is equal to -4 cos 45. രണ്ടാമത്തെ ഇക്വേഷനിൽ RAV plus RB cos 30 is equal to 10 plus 4 sin 45. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ടേക്ക് ദ മൊമെന്റ്. അപ്പൊ സിഗ്മ എഫ് എക്സ് എടുത്തു, സിഗ്മ എഫ് എടുത്തു. ഇനി ഏതാ എടുക്കാൻ പോകുന്നേ? സം ഓഫ് ഓൾ ദ മൊമെന്റ്. അത് ഞാൻ മാറ്റിയാണ്, നോട്ട് ചെയ്തെന്ന് വിചാരിക്കുന്നു. സിഗ്മ എം ഇസ് ഈക്വൽ 0. നമുക്ക് സിഗ്മ എം എ എടുക്കാം. മൊമെന്റ് അബൌട്ട് എനി പോയിന്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഇപ്പൊ നമുക്ക് ഇവിടെ RAH RAV വരുന്ന കാരണം മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ എന്ത് സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ RB നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കിട്ടും. RB ആണ്. അപ്പൊ RB ഡയറക്റ്റ് ആയിട്ട് കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? മൊമെന്റ് അബൌട്ട് എ ഇസ് ഈക്വൽ ടു 0. എനി പോയിന്റ് വേണമെങ്കിൽ എടുക്കാം, ഏത് പോയിന്റ് വേണമെങ്കിലും നമുക്ക് മൊമെന്റ് എടുക്കാം കേട്ടോ. ഞാനിപ്പോ നമ്മൾ എപ്പോഴും എയിൽ എടുക്കുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കരുത് എപ്പോഴും എയിൽ മാത്രമേ എടുക്കാവുള്ളൂ. നമ്മൾ അൺനോൺസ് നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക. ഇപ്പൊ ഇവിടെ 2 അൺനോൺ ഉണ്ട്, ഇവിടെയും 2 അൺനോൺ വരും നമുക്ക്. പക്ഷേ അത് എന്ത് ചെയ്യും? രണ്ടും ഇതിലൂടെ പാസ് ചെയ്യുന്നതാണ്. ഇപ്പൊ ഇവിടുത്തെ മൊമെന്റ് എടുക്കുകയാണെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് RAV. ഇവിടുത്തെ എയിലുള്ള മൊമെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് RB, വെർട്ടിക്കൽ കോമ്പണന്റ് ഓഫ് RB. ഓക്കെ, അങ്ങനെ മൊമെന്റ് അബൌട്ട് എ ആണ് എടുക്കുന്നത്. This is equal to എന്താണ് സംഭവം? ഫോർ ദ മൊമെന്റ് അബൌട്ട് എ. ടേക്ക് മൊമെന്റ് അബൌട്ട് പോയിന്റ് എ. പോയിന്റ് എയിലെ മൊമെന്റ് എടുക്കുക എന്ന് പറയുമ്പോൾ വി ഹാവ് ടു കീപ് ദ തമ്പ് അറ്റ് പോയിന്റ് എ. ഓക്കെ, തമ്പ് എവിടെ വയ്ക്കണം? എ എന്ന് പറയുന്ന പോയിന്റിൽ തമ്പ് വെച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മൊമെന്റ് അബൌട്ട് എ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, മൊമെന്റ് അബൌട്ട് എ മീൻസ് വാട്ട്? കീപ് ദ തമ്പ് അറ്റ് പോയിന്റ് എ ആൻഡ് ചെക്ക് വെദർ ദീസ് ഫോഴ്സസ് ആർ പാസിംഗ് ത്രൂ ദ തമ്പ്. നമ്മൾ തമ്പിലൂടെ ഫോഴ്സ് പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ വി ഡോണ്ട് ഹാവ് ടു കൺസിഡർ ദാറ്റ് പർട്ടിക്കുലർ ഫോഴ്സ്, because there is no moment created by that particular force. അപ്പൊ ഇവിടെ നമ്മൾ തമ്പ് വെച്ചു. അപ്പൊ ആ തമ്പിലൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സ് ഏതൊക്കെയാന്ന് നോക്കുക. RAH പാസ് ചെയ്യുന്നുണ്ട്, RAV പാസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും എ എന്ന് പറയുന്ന പോയിന്റ് കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. സോ ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റിംഗ് എനി മൊമെന്റ് അബൌട്ട് എ, കാരണം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ക്ലിയർ ആണോ? RAHും RAVയും എ എന്ന് പറയുന്ന പോയിന്റ് കൂടെ തന്നെ പാസ് ചെയ്യുന്ന ഫോഴ്സസ് ആണ്. ഇറ്റ് ഈസ് നോട്ട് ക്രിയേറ്റിംഗ് എനി മൊമെന്റ് അബൌട്ട് പോയിന്റ് എ ബിക്കോസ് it is passing through that point itself. There is no perpendicular distance between the force and the point. A എന്ന് പറയുന്ന പോയിന്റ് കൂടെ തന്നെ പാസ് ചെയ്യുന്നുണ്ട്, അതിന് മൊമെന്റ് ഇല്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാം, RAH into 0 എന്ന് പറഞ്ഞിട്ട് എഴുതാം, പ്ലസ് RAV into 0. ഓക്കെ, അത് എന്തുകൊണ്ട് 0 ആവുന്നു? ബിക്കോസ് there is no perpendicular distance. It is passing through that particular point itself. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഫോഴ്സ്. അടുത്ത ഫോഴ്സ് ഏതാണ്? 5 kN. നെക്സ്റ്റ് ഫോഴ്സ് ഈസ് 5 kN. 5 kN എത്രത്തോളം ഡിസ്റ്റൻസ് അകലെയാണ് എയിൽ നിന്നും? അത് ക്ലോക്ക് വൈസ് ആണ്, ആന്റി ക്ലോക്ക് വൈസ് ആണ്? ഫസ്റ്റ് യു കീപ് ദ തമ്പ് അറ്റ് പോയിന്റ് എ ആൻഡ് മൂവ് യുവർ 4 ഫിംഗർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് 5 kN. 5 kN ഡയറക്ഷനിൽ 4 ഫിംഗർ മൂവ് ചെയ്യുക, തമ്പ് എയിൽ വെക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ
എത്ര കിട്ടൂടെ? എങ്ങനെ എന്താ വരുന്നത്? ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ആന്റി ക്ലോക്ക് വൈസ് ആണോ വരുന്നത്? പമ്പ് ഇവിടെ വെച്ചതിന് ശേഷം 5 കിലോമീറ്റർ ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയേ. ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യിക്കുന്നത്? ക്ലോക്ക് വൈസ്. ഓക്കെ, അത് ശ്രദ്ധിച്ച് നോക്കുക. നമ്മൾ ആ തമ്പ് എന്ത് ചെയ്യുക, ഈ ഒരു പോയിന്റിൽ ഫിക്സ് ചെയ്യുക. 5 കിലോമീറ്റർ ഡയറക്ഷനിൽ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കുക. ഫോർ ഫിംഗർ നമ്മൾ ചൂണ്ടുവരല്ലേ? ഫോർ ഫിംഗർ എന്ന് പറഞ്ഞാൽ ചൂണ്ടുവരലാണ്. തമ്പ് എയിൽ വെക്കുക, ചൂണ്ടുവരൽ നമ്മൾ 5 കിലോമീറ്ററിന്റെ ഡയറക്ഷനിൽ ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഏത് ഡയറക്ഷൻ ആണെന്നുള്ളത് റൊട്ടേറ്റ് ചെയ്യുന്നത് നോക്കുക. ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ്. ക്ലോക്ക് വൈസ് ഈസ് പോസിറ്റീവ്. ദാറ്റ് ഈസ് പ്ലസ് വരും 5 ഇൻറ്റു ആ മൊമെന്റിന്റെ വാല്യൂ എത്ര, മാഗ്നിറ്റ്യൂഡ് ഓഫ് മൊമെന്റ് എത്രയാണ്? 5 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, 5 ഇൻറ്റു എ സി. 5 ഇൻറ്റു എ സി മീൻസ് 1. എ സിയുടെ ഡിസ്റ്റൻസ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെന്നാണ് ഇവിടെ നോക്കുക. എത്രയാ എ സിയുടെ ഡിസ്റ്റൻസ്? എത്രയാ? 2 മീറ്റർ. ദാറ്റ് ഈസ് 5 ഇൻറ്റു 2. നെക്സ്റ്റ് അടുത്ത ഫോഴ്സ് എടുക്കുക. അടുത്ത ഫോഴ്സ് ഏതാണ്? 4 കിലോ ന്യൂട്ടന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് ആണ്. 4 കിലോ ന്യൂട്ടൺ 4 sin 45. It is acting at point D itself. ഓക്കെ, അപ്പോൾ മൊമെന്റ് അബൌട്ട് എ എടുക്കുന്നു. മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? മൊമെന്റ് അബൌട്ട് എ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? 4 sin 45. ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ? ഇറ്റ് ഈസ് അഗെയിൻ റൊട്ടേറ്റിംഗ് എ ഇൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇങ്ങനെയല്ലേ റൊട്ടേറ്റ് ചെയ്യുന്നത്? ദാറ്റ് ഈസ് ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. തമ്പ് ഇവിടെ വയ്ക്കുക. എന്താ ചെയ്യേണ്ടത്? തമ്പ് എയിൽ വയ്ക്കുക, ചൂണ്ടുവിരല് 4 sin 45 ഡയറക്ഷനിൽ മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ അത് ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് ആണെന്നുള്ള മനസ്സിലാവും. ദിസ് ഈസ് അഗെയിൻ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ എത്ര വരും? പ്ലസ് 4 sin 45 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 4 sin 45 എവിടെയാണ് ആക്ട് ചെയ്യുന്നത്? ഡി എന്ന് പറയുന്ന പോയിന്റിലാണ്. ക്വസ്റ്റ്യൻ ഫിഗറിൽ ഞാൻ മാർക്ക് ചെയ്യാം. ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് 4 sin 45 മാർക്ക് വന്നിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ഫിഗർ നോക്കുക കേട്ടോ, ഞാൻ ക്വസ്റ്റ്യൻ ഫിഗർ മാർക്ക് ചെയ്യുന്നുണ്ട്. 4 sin 45 എന്ന് പറയുന്ന ഡി എന്ന് പറയുന്ന പോയിന്റിലാണ് വന്നിരിക്കുന്നത്. That is acting vertically. ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് 4 sin 45. സോ ദ ഡിസ്റ്റൻസ് ഫോഴ്സ് നമ്മൾ കൊടുത്തു, 4 sin 45 ഫോഴ്സ് കൊടുത്തു. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എത്ര വരും? എയിൽ നിന്നും 4 sin 45 വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 4 മീറ്റർ. സോ 4 sin 45 ഇൻറ്റു 4. ക്ലിയർ ആണോ? 4 sin 45 ഇൻറ്റു 4. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 4 sin 45 ഇൻറ്റു 4 ആണ്. ദാറ്റ് ഈസ് അഗൈൻ ക്ലോക്ക് വൈസ്. ദെൻ ഇവിടെ നമുക്കൊരു ഹൊറിസോണ്ടൽ ഫോഴ്സ് കൂടി ഇല്ലേ? 4 cos 45. അത് നമ്മൾ കൺസിഡർ ചെയ്യണോ? Do we need to consider 4 cos 45? What is the perpendicular distance of this force from point A? A യിൽ നിന്നുള്ള perpendicular distance എത്രയാണ്? Is there any perpendicular distance? 4 cos 45 എന്ന് പറയുന്ന ആ ബീമിന്റെ ലൈനിൽ തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. There is no perpendicular distance. So the moment created by 4 cos 45 is 0. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അത് കൊടുക്കാം. പക്ഷെ അത് മൊമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്താണ്? 0 ആണ്. 445 cos 45 കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കൊടുക്കണമെന്നില്ല. 4 cos 45 ഇൻറ്റു 0 എന്ന് വരും. കാരണം ദർ ഇസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ ദ പോയിന്റ് എ. ആ ബീമിൽ കൂടിയാണ് 4 cos 45 വരുന്നത്. 4 sin 45 പക്ഷേ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ടു ദ ബീം ആണ്. സോ ദർ ഇസ് എ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം പോയിന്റ് എ. നമ്മൾ നോക്കുന്നത് എപ്പോഴും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ആ ഫോഴ്സിൽ നിന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. 4 sin 45 നിന്നും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഉണ്ട്. ദാറ്റ് ഈസ് 4 മീറ്റർ. But 4 cos 45 is passing through 8, so there is no perpendicular distance, so it is 0. ഇനി അടുത്ത ഫോഴ്സ്, നെക്സ്റ്റ് ഫോഴ്സ് ഏതാണ്? 5 കിലോ ന്യൂട്ടൺ. 5 കിലോ ന്യൂട്ടൺ ആണ് നെക്സ്റ്റ് ഫോഴ്സ്. ഓക്കെ, 5 കിലോ ന്യൂട്ടൺ ക്ലോക്ക് വൈസ് ആണ് ആന്റി ക്ലോക്ക് വൈസ് ആണോ? കീപ് യുവർ തമ്പ് അറ്റ് പോയിന്റ് എ ആൻഡ് റൊട്ടേറ്റ്. എന്താണ് 5 കിലോ ന്യൂട്ടൺ? ഫോർ ഫിംഗർ എന്ത് ചെയ്യുക? 5 കിലോ ന്യൂട്ടൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുക. ചൂണ്ടുവിരൽ 5 കിലോ ന്യൂട്ടൺ ഡയറക്ഷനിൽ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതായിട്ട് കാണുന്നത്? Clockwise direction. So again plus 5 into what's the perpendicular distance? Plus 1 5 into perpendicular distance എത്രയാ? 3 plus 2 plus 2 7. Okay, 5 into 7 വരും. കാരണം ഫോഴ്സ് എന്ന് പറയുന്ന 5 കിലോ ന്യൂട്ടൺ ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 7 ആണ്. കാരണം 2 plus 2 plus 3 വന്നിട്ടുണ്ട് അല്ലേ? 2 plus 2 plus 3 ആണ്. 2 plus 2 plus 3 വരും. അതാണ് ഇവിടെ 5 കിലോ ന്യൂട്ടണിൽ നിന്നും എ വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ലാസ്റ്റ് ഫോഴ്സ്. ലാസ്റ്റ് ഫോഴ്സ് ഏതാണ്? ആർ ബി ആണ്. ലാസ്റ്റ് ഫോഴ്സ് ഈസ് ആർ ബി. ആർ ബി ഇതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് ഉണ്ട്, ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഉണ്ട്. ആർ ബിയുടെ വെർട്ടിക്കൽ കോമ്പണന്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്? മുകളിലേക്കാണ് ആക്ട് ചെയ്യുന്നത്.
RB-യുടെ വെർട്ടിക്കൽ കോമ്പണന്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാം. RB cos 30 മുകളിലേക്കാണ് ആർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആക്ട് ചെയ്യുന്നത് മുകളിലേക്കാണ്, നേരത്തെ നമ്മൾ റിസോൾവ് ചെയ്തതാണ്. ആൻഡ് RB sin 30 ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ RB cos 30 മുകളിലേക്ക് ആക്ട് ചെയ്യുന്നു. അപ്പൊ അത് നമ്മൾ തമ്പ് എന്ത് ചെയ്തു? തമ്പ് ഇവിടെ ഫിക്സ് ചെയ്തു, എ എന്ന് പറയുന്ന പോയിന്റ് ഫിക്സ് ചെയ്തു. RB cos 30 ഡയറക്ഷനിൽ നമ്മൾ എന്ത് ചെയ്തു? 4 ഫിംഗർ മൂവ് ചെയ്തു. അത് ഏത് ഡയറക്ഷനിലാണ് എയെ പിടിച്ച് റൊട്ടേറ്റ് ചെയ്യുന്നത്? ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. സോ ഇറ്റ് ഇസ് നെഗറ്റീവ്. നെഗറ്റീവ് ആണ് വരുന്നത്. സോ RB cos 30 ഇൻറ്റു എത്രയാ ഡിസ്റ്റൻസ്? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് RB cos 30? RB cos 30 വെർട്ടിക്കൽ അല്ലേ? വാട്ട് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് പോയിന്റ് എ ഫ്രം RB cos 30? ഞാനിവിടെ ക്വസ്റ്റ്യൻ ഫിഗറിൽ മാർക്ക് ചെയ്യാം. നോക്കിക്കോളാം, മറ്റടുത്ത് എല്ലാം കൂടി ക്രൗഡഡ് ആയി. RB cos 30 എന്ന് പറയുന്നത് വെർട്ടിക്കലാണ്. ഇങ്ങനെയാണ് RB cos 30 വരുന്നത്. ദിസ് ഈസ് അവർ RB. ഇങ്ങനെയാണ് RB വരുന്നത്. RB cos 30 ഇൻക്ലൈൻഡ് ആണ്. ദിസ് ഈസ് 30 ഡിഗ്രി. RB cos 30 ഇങ്ങനെ വരും അല്ലേ, വെർട്ടിക്കലി. RB ഇൻക്ലൈൻഡ് ആണ്. RB cos 30 നമുക്ക് വെർട്ടിക്കലി വരും. സോ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് മീൻസ് വാട്ട്? RB cos 30 ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈസ് ഹൗ മച്ച്? 2 + 2 + 3 7 + 1.5 8.5 ആണ്. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? A to B എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? 2 + 2 + 3 + 1.5, that is 4 + 3, that is 7 + 1.5 is 8.5. Total distance is 8.5. This is RB cos 30 and RB sin 30 നമ്മൾ കൺസിഡർ ചെയ്യണം. RB sin 30 നമ്മൾ നോക്കുക, ഹൊറിസോണ്ടൽ ആണ്. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ വാട്ട്? ഈ ഒരു ബീമിൽ കൂടെ തന്നെ പാസ് ചെയ്യാണ്. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ പോയിന്റ് എ. എല്ലാ പോയിന്റിൽ കൂടെയും പാസ് ചെയ്യുന്നുണ്ട്. B, E, D, C, A എല്ലാ പോയിന്റിൽ കൂടെയും പാസ് ചെയ്യുന്നുണ്ട്. there is no perpendicular distance. സോ RB sin 30 നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? R + RB sin 30 എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് ഇൻറ്റു 0 ആണ് വരുന്നത്. ബിക്കോസ് ദർ ഈസ് നോ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം എ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. എയിൽ നിന്നും RB sin 30ക്ക് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ഓക്കെ, ക്ലിയർ ആണോ? അത് വ്യക്തമാണോ? ഞാൻ ഈ താഴത്തെ ഈ ഇക്വേഷൻസ് ഒന്ന് വായിക്കുകയാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഈ ഇക്വേഷൻസ് ഉണ്ടല്ലോ അല്ലേ? നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പൊ ഇത് സോൾവ് ചെയ്തോളൂ. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും. നമുക്ക് ഇനിയിപ്പോ ഈ ചിലവരൊക്കെ ഈ RB sin 30 എന്തുകൊണ്ട് നമ്മൾ എടുത്തില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇൻറ്റു 0 കൊടുത്തു എന്നൊക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. നമ്മൾ ഈ ഫ്രീ ബോഡി ഡയഗ്രം ഇങ്ങനെ കുളമായി കേട്ടോ. ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇങ്ങനെ കുളമായതാണ്. അതിനകത്ത് അവിടെ എല്ലാം മാർക്ക് ചെയ്ത് ഇതായി. ഓക്കെ, അങ്ങനെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാർക്ക് ചെയ്തത്. നിങ്ങളങ്ങനെ മാർക്ക് ചെയ്യണമെന്നില്ല. നിങ്ങൾക്കത് ചെയ്യുന്നത് റഫായിട്ട് ചെയ്യുക. കാരണം ഫ്രീ ബോഡി ഡയഗ്രത്തിന് മാർക്കുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇത് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് ഏതെങ്കിലും സ്റ്റെപ്പ് മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഓരോ ഫോഴ്സും ഞാൻ എടുത്ത് പറയാം. RAH ഇൻറ്റു 0 വന്നു ബിക്കോസ് RAH is passing through A. So there is no perpendicular distance of RAH from A. മൊമെന്റ് ആണ് നമ്മൾ എടുക്കുന്നത്. മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. എപ്പോഴും ഓർക്കുക, മൊമെന്റ് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു മൊമെന്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദാറ്റ് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഫോഴ്സ് ആണ്. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് from the point where we are taking the moment. എവിടെ നിന്നാണോ നമ്മൾ മൊമെന്റ് നോക്കുന്നത് അവിടെ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഫോഴ്സ് വരെയല്ല. അപ്പൊ RAH ഫോഴ്സ് എടുത്തു. RAH നിന്ന് എ നിന്ന് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഇല്ല. ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എ. സോ ഇൻറ്റു 0. Then RAV is also acting at point A. So into 0. Then 5 kilonewton. 5 kilonewton is acting at a distance of 2 meters from A. So 5 into 2. Then 4 kilonewton. 4 kilonewton inclined ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. So it is having 2 components. അതിന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ബിക്കോസ് വെർട്ടിക്കൽ കോമ്പണന്റ് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വരുന്നത്. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഈസ് പാസിംഗ് ത്രൂ എ. അപ്പോൾ 4 kilonewtonന്റെ വെർട്ടിക്കൽ കോമ്പണന്റ് എന്ന് പറയുന്നത് 4 sin 45 ആണ്. ഇറ്റ് ഈസ് ആക്ടിങ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 meters ഫ്രം എ. ആൻഡ് 4 cos 45 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാസിംഗ് ത്രൂ എ. ബിക്കോസ് അതെന്താണ്? ഇറ്റ് ഈസ് ഇൻ ദ ലൈൻ ഓഫ് എ. എയുടെ അതേ ലൈനിൽ തന്നെയാണ് 4 cos 45 വരുന്നത്. അപ്പോൾ അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. 4 cos 45 ഇൻറ്റു 0 എടുത്താലും ഓക്കെയാണ്. കൺസിഡർ ചെയ്തിട്ടും കുഴപ്പമില്ല. എഴുതേണ്ട ആവശ്യമില്ല കേട്ടോ സ്റ്റെപ്പ്. ഞാൻ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയത്. ദെൻ
അടുത്ത ഫോഴ്സ് എന്ന് പറയുന്നത് 5 കിലോമീറ്റർ ആണ്. 5 കിലോമീറ്റർ is acting at a distance of 7 meter from A. So 5 into 7. And it is also acting clockwise, so it is positive. Next, the last force എന്ന് പറയുന്നത് RB ആണ്. RB is again an inclined force with respect to the beam. Beam ആയിട്ട് വെച്ച് നോക്കുമ്പോൾ inclined ആണ്. So what we have to do, we have to resolve the force RB into vertical component and horizontal component. The vertical component is RB cos 30 and the horizontal component is RB sin 30. Okay, the vertical component is acting at a distance of total distance of the beam. Total distance of the beam is 2 plus 2 plus 3 plus 1.5, that is 8.5. Okay, so 8.5 into RB cos 30, that is acting anti-clockwise direction, though it is negative. Then last force is RB sin 30 and the horizontal component. It is passing through A, so we don't have to consider that force, or else we can multiply it with 0. അത് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കുക. അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ ക്യാൻസൽ ചെയ്യാം? RAH into 0 പോയി, RAV into 0 പോയി, then 4 cos 45 into 0 പോയി, RB sin 30 into 0 പോയി. ബാക്കിയുള്ളവരെ എടുത്തെഴുതുക. That is moment about this is equal to 0 ആണ് കേട്ടോ. This total moment is equal to 0 ആണ് because the system is in equilibrium. So 5 into 2, 5 into 2 is 10 plus 4 sin 45 into 4, 16 sin 45 plus 35 minus 35 on 5 into 7. Okay, RB cos 30 into 8.5. The bracket is equal to 0 because the system is in equilibrium. Now solve for RB. RB ki solve here. Unknown at RB മാത്രമേ ഉള്ളൂ. We can find out the value of RB. After finding out the value of RB, you can find out RAH and RAV using the equation number 1 and 2. 1 and 2 ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? 1 and 2 RB സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? RAH കിട്ടും, RAVയും കിട്ടും. ക്ലിയർ ആണോ? ഞാൻ ചെയ്യണോ അതിന് സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ? തനി ചെയ്തൂടെ? ഹലോ, മെത്തേഡ് മനസ്സിലാവാതെ ഉണ്ടോ? ഹലോ ഹലോ, മനസ്സിലായി സർ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഈ RB കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ we can substitute the value of RB in equation number 1 and 2 and find out RAH and RAV. ഓക്കെ, വാല്യൂ ഒന്ന് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പറഞ്ഞേ. വാല്യൂ ഓഫ് RB. RBയുടെ വാല്യൂ കിട്ടിയോ? ഹലോ, what's the value of RB? $5.6 ആണ്. RB is equal to 5.6. എല്ലാവർക്കും അതാണോ വന്നേ? ആ വാല്യൂ ആണ് വന്നേ? സെയിം വാല്യൂ ആണോ വന്നേ? 5.6. Anyone else? 5.6 അല്ല വാല്യൂ വന്നേക്കുന്നത്. 112.62. 112.62. അല്ല, ഇത്രയും വാല്യൂ വരത്തില്ല. 5.62ന്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. 5.62 അല്ല, അതെന്തെങ്കിലും ചെറിയൊരു എററായിരിക്കും. ഇക്വേഷൻ സോൾവ് ചെയ്താൽ പോരെ? ചെയ്ത് നോക്കി.
എത്ര വന്നു ആർ ബി? ടൈം പോകുന്നു. ഞാൻ ആർ ബിയുടെ വാല്യൂ പറയാം, നിങ്ങൾക്ക് ഫീൽ ചെയ്ത് കിട്ടുന്നുണ്ടെന്ന് നോക്കാം. ആൻസർ ഈസ് 7.65 ആണ്. ആർക്കും കിട്ടിയായിരുന്നോ? യെസ് സർ. ഓക്കെ, ആർ ബി ഇസ് ഇക്വൽ ടു 7.65 ആണ് വരുന്നത്. ആർ എ എച്ച് ആർക്കും കിട്ടിയോ? ആർ എ എച്ച് എനിവൺ? ആർ എ എച്ച് ആൻഡ് ആർ എ വി കിട്ടിയോ ആർക്കെങ്കിലും? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇതാ നമ്മുടെ ഇക്വേഷൻ നമ്പർ 1ലും 2ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആർ എ എച്ച് ആർ എ വിയും കിട്ടും. ഹൊറിസോണ്ടൽ കോമ്പണന്റ് ഓഫ് ആർ എ എന്ന് പറയുന്നത് 0.995 കിലോ ന്യൂട്ടൺ വരും. സംതിങ് അറൌണ്ട് 1, ചിലർക്ക് 1 ഒക്കെ വരും. നമ്മൾ എടുക്കുന്ന വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ 1 പോയിന്റ് സംതിങ് വരും. 1 അടുത്ത് വരും. എന്തായാലും 1 കിലോ ന്യൂട്ടൺ അടുത്ത് വരും. ഓക്കെ, എക്സാക്ട്ലി ഈ വാല്യൂ തന്നെ കിട്ടണമെന്നില്ല. 1 അടുത്ത് വരും എന്തായാലും. നമ്മൾ ആ റൗണ്ട് ചെയ്യുന്നതിനനുസരിച്ചും ഈ ആംഗിളിന്റെ ഇത് എടുക്കുന്നതിനനുസരിച്ചും ഒക്കെ വ്യത്യാസം വരും. എന്തായാലും 1 അടുപ്പിച്ച് വരും. ഓക്കെ, വെർട്ടിക്കൽ ഫോഴ്സ് 6.205 കിലോ ന്യൂട്ടൺ. 6.205 കിലോ ന്യൂട്ടൺ ആണ്. Then find out RA. RA is equal to square root of RA square plus RAV square. ഇത് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് RAH ഉണ്ട് RAV ഉണ്ട്. അത് വെച്ചിട്ട് നമ്മൾ RA കണ്ടുപിടിക്കുക. റിസൾട്ടന്റ് ആണ്, അതിന്റെ റിസൾട്ടന്റ് ആണ്. 2 കോഴ്സിന്റെയും കൂടി റിസൾട്ടന്റ് ആണ് RA എന്ന് പറയുന്നത്. അതുകൂടി ഒന്ന് കണ്ടുപിടിച്ചേക്കുക. ഓക്കെ, ചെയ്തു നോക്കാലോ. ഓക്കെ ആണോ? ഹലോ, ഇന്നത്തെ ക്ലാസ് മൈൻഡ് ചെയ്യാം. ഡൗട്ട് ഉണ്ടോ എന്തെങ്കിലും? ഈ ഇത് ഇച്ചിരി ടഫ് പ്രോബ്ലം ആണ്, പക്ഷേ ഇതിനകത്തെ പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിക്ക് ചോദിക്കുക. ചെയ്ത് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു സുപ്രഭാതത്തിൽ പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. ഗ്രാജുവലി ഇത് മനസ്സിലാകത്തുള്ളൂ. ഒറ്റയടിക്ക് മനസ്സിലാവില്ല. ഇപ്പൊ ആദ്യമായിട്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇതേപോലെ തന്നെയാണ്. ബുദ്ധിമുട്ടാണ്, ടഫായിട്ടുള്ള പ്രോബ്ലം ആണ്. ടഫായിട്ടുള്ള പ്രോബ്ലം എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ അത് ചെയ്ത് നോക്കി പഠിച്ചെടുത്ത് മനസ്സിലാക്കുക എന്ന് പറയുന്നതാണ് അതിനകത്ത് കാര്യമായിട്ടുള്ളത്. അപ്പം ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ചിലർക്ക് പതുക്കെ മനസ്സിലാവുള്ളൂ. പക്ഷെ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനകത്ത് എഫേർട്ടായിട്ട് മുന്നോട്ട് എടുത്താൽ മാത്രമേ നമുക്ക് ആ പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നീട് ബുദ്ധിമുട്ട് വന്നു തുടങ്ങും. പിന്നീടുള്ളതൊന്നും മനസ്സിലാവില്ല. ഈ സബ്ജക്റ്റ് വെറുക്കും. പിന്നീട് നിങ്ങൾക്ക് മെക്കാനിക്സ് തന്നെ പാസ്സാവാൻ ബുദ്ധിമുട്ട് വരും. ഓക്കെ, അതിന്റെ ഹയർ തന്നെയാണ് ബാക്കി സബ്ജക്റ്റുകളും വരുന്നത്. അത് കാരണം ബാക്കി സബ്ജക്റ്റുകളും ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് ഇത് കാര്യം മനസ്സിലാക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. മനസ്സിലാവാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ആ വീഡിയോ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, ഡ്രൈവിനകത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യാനുള്ള ഈ പ്രോബ്ലം ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഞാൻ അപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാം. റോൾ നമ്പർ 1. Present, sir. റോൾ നമ്പർ 2. Present, sir. റോൾ നമ്പർ 3. റോൾ നമ്പർ 3 absent. റോൾ നമ്പർ 4. Present. റോൾ നമ്പർ 5. Present, sir. റോൾ നമ്പർ 6. Present, sir. റോൾ നമ്പർ 7. Present, sir. റോൾ നമ്പർ 8. Present, sir. റോൾ നമ്പർ 9. Present, sir. റോൾ നമ്പർ 10. Present, sir. റോൾ നമ്പർ 11. Present, sir. റോൾ നമ്പർ 12. Present, sir. റോൾ നമ്പർ 13. Present sir. റോൾ നമ്പർ 14. 14 absent. 15. Present, sir. 16. Present, sir. 17. Present, sir. 18. Present, sir. 19. Present, sir. 20. Present, sir. 21. Present, sir. 22. 22 ഉണ്ട് അവിടെ. ഓക്കെ. 23. Present, sir. 24. 23 ഉണ്ടോ? സാർ 24% പറഞ്ഞത്. 23 ആബ്സെന്റ് 24. ഓക്കെ. 25. 25. 26. 26. 27. 27. 27 ആരാണ്? സാർ 27. ഓക്കെ. 28. 28 absent. 29.
29, 30, 30. 31, Present, sir. 32, 32. 33, 33 absent, 34. 34 present, sir. Okay, 35, 35. 35 absent, 36. Okay, 37. 37. 37 present, sir. Okay, 38. 38 ഉണ്ടോ? 38 sir, present sir. Okay, 39, Present, sir. 40. Roll number 40. 41, Present, sir. 42, Present, sir. 43, 43 absent, 44, 45, 46. കേൾക്കുന്നില്ല? 46 ഉണ്ടോ? ഓക്കെ, 47, Present, sir. 48. Present, sir. ഓക്കെ, 45, 43 ഉണ്ടോ? 45% ആണ് sir. ഓക്കെ, വോയിസ് വളരെ ഫീബിൾ ആയിട്ടാണ് കേൾക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് 3, 14, 23, 28, 29, 33, 35, 40, 43. ഇതിനകത്ത് ആരെങ്കിലും വേറെ ആരെങ്കിലും പ്രസന്റ് ഉണ്ടോ? ചാറ്റ് ബോക്സിൽ ആരെങ്കിലും ഇട്ടിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ഓക്കെ, താങ്ക് യു.